നോമ്പിൽ 42-ാം ദിവസം വിശ്വാസം എന്ന തലക്കെട്ടിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ധ്യാനിക്കുന്നത്. ജീവന്റെ എല്ലാ സാധ്യതകളും അസ്തമിക്കുന്നിടത്തും ദൈവത്തിൻ്റെ ഇടപെടൽ ജീവന്റെ പുതുനാമ്പുകൾ സമ്മാനിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം. യേശു സ്നേഹിച്ച പ്രിയപ്പെട്ട ഭവനത്തിലും മരണം സംഭവിക്കുന്നു. എന്നാൽ ലാസറിൻ്റെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകളും പ്രതീക്ഷകളും നൽകുന്നു. ലാസർ മരണപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണം എന്ന യാഥാർത്ഥ്യത്തിനപ്പുറം പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുവിൽ പുതുലോകം സാധ്യമാണെന്ന ധൈര്യവും ശക്തിയുമാണ് യേശു ഇവിടെ മാർത്തയോട് പ്രഖ്യാപിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നത് മരണത്തെ ഭയം കൂടാതെ നേരിടുവാൻ ഉറപ്പ് നൽകുന്ന ധൈര്യമാണ്. വിശ്വാസത്തിൽ പലപ്പോഴും കാലിടറി പോകുന്നവരാണ് നാം. എന്നാൽ ദൈവത്തിൻ്റെ കൃപയും ബലവും യേശുവിൽ സാധ്യമായ ഉയർപ്പിൻ്റെ ശക്തിയെ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയും അതിജീവനത്തിൻ്റെ പാതയിൽ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ്. ജിം എലിയട്ട് സൗത്ത് അമേരിക്കയിലെ ഇക്വഡോറിൽ മിഷണറിയായി പോയ വ്യക്തിയാണ്. ദൈവവചനം പങ്കുവച്ചു എന്ന കാരണത്താൽ അവിടെയുള്ള ഗോത്രവർഗക്കാർ അദ്ദേഹത്തെയും കൂടെയുള്ള സഹപ്രവർത്തകരെയും കൊലപ്പെടുത്തി. എന്നാൽ ജിമ്മിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തളർത്തിയില്ല. പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുവിൽ അവർ അവരുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം ജിമ്മിൻ്റെ ഭാര്യ എലിസബത്ത് എലിയട്ട് തൻ്റെ ഭർത്താവിനെ കൊന്ന ആ ഗോത്രവർഗക്കാരുടെ അടുക്കലേക്ക് സ്നേഹത്തിൻ്റെ ദൂതുമായി കടന്നു ചെന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൽ അവർ ദുഷ്ടത വെടിഞ്ഞ് സ്നേഹവഴിയിൽ നാളുകൾക്ക് ശേഷം പങ്കുചേർന്നു. ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരാവുന്ന മരണകരമായ അനുഭവങ്ങൾക്കപ്പുറം ജീവന്റെ പുതുസാധ്യതകൾ യേശു തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും നമുക്ക് തുറന്നു തരുന്നു. മരണശക്തികളുടെ മുൻപിൽ പകച്ചു പോകാതെ യേശുവിൽ പുതുജീവൻ സാധ്യമാണെന്ന ബോധ്യത്തിൽ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. യേശുവിലുള്ള വിശ്വാസം ചില കാര്യസാധ്യങ്ങൾക്കപ്പുറമായി ആഴമായ ബന്ധത്തിൽ വേരൂന്നി ഫലം കായ്ക്കുന്ന അനുഭവമായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.